സൂര്യഭഗവാൻ ഒരു കോടി പ്രണാമം കൊടുത്തിട്ട് നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനേ പ്രണമിച്ചല്ലേ പറ്റൂ. കണ്ട എത്തി നോക്കാം, വരൂല ഞാൻ പുറത്തേക്ക്. കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടോ എൻ്റെ പൊന്നു സൂര്യ? ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങളെ കരിക്കാൻ നിൽക്കാൻ. നാട്ടിലുള്ളവർക്ക് സൂര്യനെ കാണാൻ കൊതിയാവും. ഇവിടെ ഞങ്ങൾ കണ്ടു മടുത്ത് കുറച്ച് നേരം അവിടെ പോയി നിന്നൂടെ. സൂര്യനെ രണ്ട് ചീത്ത പറഞ്ഞപ്പോൾ എന്താ ഒരു ആശ്വാസം. ഇനി നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ഒരു ടെൻഷൻ വ്ളോഗാണ്. ടെൻഷൻ അടിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു വ്ളോഗ്. പിടിയിട്ടില്ലല്ലേ? ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പിന് പോവാണ്. ഇപ്പം കാര്യം പിടിയിട്ടില്ല, ആരും ഒന്നും വിചാരിക്കരുത്. പ്രഷർ ഷുഗറും ടെസ്റ്റ് ചെയ്യാൻ പോകാനാണ്. ഈ ക്ലോസപ്പ് ചിരിയും വേണ്ടാത്ത മേക്കപ്പും. അതായത് തലയെക്കൂടെ നക്ഷത്രം ഇന്നി മാഞ്ഞ് പോകുന്നുണ്ട്. ക്യാറ്റ്കട്ടിലെ ആനിമേഷൻസിന് വരെ മനസ്സിലായി എൻ്റെ തലയ്ക്ക് തൊന്നുമില്ല. അല്ലെങ്കിൽ ഈ സൈറ്റിലെ പ്രഷർ അത്യാവശ്യം എൻ്റെ കിട്ടിയാനുണ്ട്. ഇനി ഷുഗർ എന്താവോ അവ കണ്ടറിയാം. കാവടി തുള്ളി പോകുന്നുണ്ട്. ട്രാജഡി ആവാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ കാബൂർ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച തന്നെയാട്ടോ ഈ ക്യാമ്പും. ലുലുവിൻ്റെ അകത്താണ് ഈ ക്യാമ്പായിരുന്നത്. എന്താണ്ടോ നമ്മൾ ലുലുവിൻ്റെ അകത്തെത്തി ദേ ചുറ്റി വളഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ കിട്ടിയോ. ഗാലറിയിൽ ലിജു ചേട്ടനും മിഷൻ ചേട്ടനും ഒക്കെ എത്തി നോക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ടെസ്റ്റ് ചെയ്യാൻ വരിവരിയായി നിൽക്കുവാണ് എല്ലാവരും. നമുക്കിവിടെ ക്യൂവും കാര്യങ്ങളൊന്നും പൊതുവെ കാണാത്തതുകൊണ്ട് ക്യൂ എവിടെ കണ്ടാലും നമുക്ക് ഓർമ്മ വരും നമ്മുടെ നാടാട്ടോ. എന്തിനും ഏതിനും വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇതിന് അടി പിടി ക്യൂല്. എന്തിനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാനും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാനും വരെ ബഹളമാണ് നമ്മൾ മലയാളികൾ. ഈ പറയുന്നത് എന്നെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അടുത്ത് ഞാൻ കണ്ടു, കല്യാണമാണോ പോത്തീസിലാണോ എന്ന് എനിക്കറിയില്ല. അടി സീലെന്നും പറഞ്ഞു അടിയോടടി അടിയെന്ന് പറഞ്ഞാൽ വന്നടി. ഡ്രസ്സിന് വേണ്ടിയുള്ള അടി എൻ്റെ പൊന്നോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങളെ സമ്മതിക്കണല്ലേ. കാരണം ആകെ കൂടി സൈലന്റ് ആയി നിൽക്കുന്ന ഒരേ ഒരു ക്യൂ നമ്മുടെ നാട്ടിൽ ബീവറേജിന്റെ ക്യൂ. വീട്ടിലെ അക്രമകാരികളായ മനുഷ്യർ എത്ര സൈലന്റും നിഷ്കളങ്കരും കുലീനരുമായിട്ടാണ് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അമ്മി പറയണേ? പറഞ്ഞ് ആൽക്കഹോൾ എത്തിയിരിക്കണോ? മെഡിക്കൽ ക്യാമ്പിന്റെ വ്ളോഗിനകത്താണോ നമ്മൾ ഈ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? ഹൈ നമ്മളെ അച്ഛൻ എല്ലാവരും നമ്മോട് അങ്ങോട്ട് ക്ഷമിക്കുക. ഇതായിരിക്കണ്ടാരാന്ന് കണ്ടോ? ഞാൻ പ്രഷർ ഇല്ലാന്ന് അറിഞ്ഞതുകൊണ്ടാണ് അറിയില്ല. സൗമിച്ച് ചെന്നെ പിടിച്ചെഴുതാൻ എത്തി. അങ്ങനെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പെടണ്ട. എന്റെ അഞ്ജലി ഇരുന്ന് എഴുതുന്നു. അവിടെ ഓപ്പർച്യൂണിറ്റി കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എഴുതാനുള്ള സ്ഥലത്തേക്ക്. ആർക്ക് വേണമെങ്കിലും സന്തോഷപൂർവ്വം വന്നിരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആയിരുന്നു. പക്ഷെ ആരും തൽപര കക്ഷികളായിരുന്നില്ല എന്ന് മാത്രം. ഒരിട കിട്ടിയ കൂട്ടം കൂടിയിട്ട് കുറ്റം പറയാനായിട്ട് കാത്തിരിക്കുന്ന ലേഡീസിൽ ആരെങ്കിലും ഇതിന് കിട്ടും. നഴ്സുമാരും ഡോക്ടറും എല്ലാം ബിസിയാണ് കേട്ടോ. ഞാൻ ഈ വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാവരും ചെക്കിങ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പലരും വന്ന് ഒരു 150 പേരെങ്കിലും വന്നിട്ടുണ്ടാവും. അവരെല്ലാം വന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് കൺസൾട്ടേഷൻ്റെ കൂപ്പറും എല്ലാം കൊണ്ടാണ് അവർ തിരിച്ചു പോയി. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ കെട്ടിയാനാണ് ഓടി നടന്ന വീഡിയോസ് ഒക്കെ എനിക്ക് എടുത്ത് തരാം. ഞാനങ്ങനെ വീഡിയോ എടുക്കാൻ നടക്കാറില്ല. ഞാൻ വോയിസ് ഓവർ കൊടുത്ത് എങ്ങനെ ഈ വീഡിയോ നശിപ്പിക്കാം എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്തൊക്കെ പറഞ്ഞാൽ ഈ വീഡിയോ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം ഫോക്കസ് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. അതിൻ്റെ ചർച്ച നമുക്ക് പിന്നെ നടത്താൻ കിട്ടിയവനെ. ഇതിപ്പോൾ നടക്കട്ടെ. പറഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് എൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. എനിക്കെല്ലാം നോർമലായിരുന്നേ. എൻ്റെ കെട്ടിയവന് ബോർഡർ ലെവലിൻ്റെ അവിടെ എത്തി നിൽക്കുന്നുണ്ട് ഷുഗർ. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഷുഗർ കട്ട്. എൻ്റെ വീക്ഷണ കോണിലൂടെ നോക്കിയപ്പോൾ കുറച്ച് ടെൻഷനുള്ള മുഖങ്ങളും കുറച്ച് ടെൻഷൻ ഇല്ലാത്ത മുഖങ്ങളും ഞാൻ അവിടെ കണ്ടു. എല്ലാവർക്കും എല്ലാം നോർമലായിരിക്കട്ടെ. അങ്ങനെ ടെൻഷൻ കൂടുതലുള്ളവർ എൻ്റെ വ്ളോഗ് കണ്ടുള്ളൂ. ആർമാദിപ്പിൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ നോക്കിയത് ഗൈസ് ഏറ്റില്ല. ഞാനും എൻ്റെ കെട്ടിയനും കൂടി എന്തോ സംഭവബഹുലമായി ചർച്ച ചെയ്യലാണ്. നിങ്ങൾക്ക് തോന്നിയത് തേങ്ങയില്ല. എത്ര പേർ വന്നു എന്ന എണ്ണെടുക്കലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലുലു മാർക്കറ്റിന്റെ അകത്തളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സുപരിചിതമായ പല മുഖങ്ങളും ഞാൻ അവിടെ കണ്ടത്. സഞ്ചാരത്തിനിടയിലാണ് ഇവന് പ്രാന്താണോടെ എന്ന് ചിന്തിക്കും പല ആക്ഷൻസും എന്റെ കണ്ണിൽ പെട്ടത്. ഒരു നിമിഷം സഞ്ചാരം വ്ളോഗിലൂടെ ഒന്ന് പോവാൻ നോക്കിയത്. എൻ്റെ സന്തോഷ് ജോർജ് കുളങ്ങര ചേട്ടാ, ഞാൻ നമിച്ച്. നിങ്ങളുടെ വർത്താനം ഒരു രക്ഷയില്ല കേട്ടോ. വിജിലിമ്പിച്ച് പോയി എൻ്റെ ബാല്യം. നമ്മൾ ക്യാമ്പ് കഴിയാനൊന്നും നിന്നില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ പോന്നേ. എൻ്റെ കിട്ടിയ വെള്ളിയാഴ്ചയായിട്ടും വർക്ക് സൈറ്റിൽ പോകേണ്ടി വന്നതുകൊണ്ടും അവിടെ ബംഗാളികളുടെ തലേ കയറി ഡിസ്കോ കളിച്ച് വന്നതുകൊണ്ടും കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ റെസ്റ്റ് എടുക്കണ്ടേ? അല്ലെങ്കിൽ ബംഗാളികൾ കേട്ടതിൻ്റെ ബാക്കി ഞാൻ കേൾക്കേണ്ടി വരും. നോട്ട് ദ പോയിന്റ്. നമ്മൾ ഇറങ്ങുന്നവരേക്കും നല്ല ക്യൂ ആയിരുന്നു. കാലത്ത് എനിക്ക് പാടെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഫുഡൊന്നും വീട്ടിലായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു നമ്മുടെ മടക്കം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു ഗൈസ്. വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കും വരെ നന്ദി, വണക്കം.